ഡോക്ടർ അബ്ദുൽ സലാമിന് നേരിട്ട ഈ ദുർവിധി ഓർത്ത് നാം സഹതപിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം സ്വാർത്ഥ താൽപര്യങ്ങളെയും ലാഭേച്ഛയുടെയും കണക്ക് നോക്കിയാണ് സമുദായത്തിന് നേരെ വംശഹത്യ നടത്തുന്നവരുടെ കൂട്ടത്തിൽ ഇത്തരക്കാരൊക്കെ ചെന്നുപെടുന്നത്. സ്വന്തം കൂടപ്പിറപ്പുകളെ ചുട്ടുകൊല്ലുന്നവർക്ക്, അത് മറന്ന് കൈ കൊടുക്കാൻ പോകുന്നവർക്ക് ഈ അവഗണന തന്നെ വേണം. ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ റോഡ് ഷോ BJPയുടെ ന്യൂനപക്ഷ വിരുദ്ധതയെയും വർഗീയ രാഷ്ട്രീയത്തെയും തുറന്നു കാണിക്കുന്നതെന്നായിരുന്നു. പ്രമുഖനായ ഒരു വ്യക്തി തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നത് നാട്ടുനടപ്പാണ്. 3 മണ്ഡലങ്ങൾക്ക് പൊതുവായി നടത്തിയ റോഡ് ഷോ ആയിരുന്നു ഇന്നലത്തേത്. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, പൊന്നാനി മണ്ഡല സ്ഥാനാർത്ഥി നിവേദിത, മലപ്പുറം BJP സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം എന്നിവർക്കായിരുന്നു ക്ഷണം. എന്നാൽ റോഡ് ഷോയ്ക്ക് സമയമായപ്പോൾ സകലതും തകിടമറിഞ്ഞു. നാം കണ്ടത് ഹിന്ദു നാമധാരികളായ കൃഷ്ണകുമാറിനും നിവേദിതയ്ക്കും മാത്രം പ്രധാനമന്ത്രിയോടൊപ്പം തുറന്ന വാഹനത്തിൽ റോഡ് ഷോയ്ക്ക് അനുമതി ലഭിച്ചു. എന്നാൽ പാവം ഡോക്ടർ അബ്ദുൽ സലാം വെറും നോക്കുകുത്തിയെ റോഡിൽ നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണേണ്ടി വന്നത്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയോടൊപ്പം റോഡ് ഷോയ്ക്ക് സീറ്റ് ലഭിക്കാത്തതിന് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ നാമം തന്നെയാണ്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം ആയതുകൊണ്ട് മാത്രമാണ് മലപ്പുറത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതായി BJPക്ക് വന്നത് തന്നെ. ഇന്ത്യ മഹാരാജ്യത്ത് 20 കോടി മുസ്ലിങ്ങളുണ്ട്. ഇത് നമ്മുടെ ജനസംഖ്യയുടെ 11% വരും. എന്നിട്ട് പോലും പേരിന് ഒരു മന്ത്രി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. BJPയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ അബ്ദുൽ സലാമിന് ഏറെ പ്രാധാന്യമുണ്ട്. ദേശീയ തലത്തിലെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. എന്നിട്ട് പോലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഈ അവഗണന.